ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരുന്നു. കുവൈറ്റ് തീപിടുത്തത്തിൽ മരണപ്പെട്ട മലയാളികളുടെ മൃതദേഹവുമായി വ്യോമസേനയുടെ വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി. രാവിലെ 10:30യോടെയാണ് മൃതദേഹം എത്തിയിരിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും ചേർന്ന് മൃതദേഹം ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. 23 മലയാളികളുടെയും 7 തമിഴ്നാട് സ്വദേശികളുടെയും മൃതദേഹമാണ് ഇപ്പോൾ കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നത്. മരിച്ച 47 ഇന്ത്യക്കാരുടെ മൃതദേഹവുമായിട്ടാണ് കുവൈറ്റിൽ നിന്നും വിമാനം ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിരിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രത്യേക സജ്ജമാക്കിയ സ്ഥലത്ത് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. പൊതുദർശനത്തിനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി മൃതദേഹം എത്തുന്നതിനായി കാത്തിരിക്കുകയായിരുന്നു. പൊതുദർശനം നടത്തിയതിന് പിന്നാലെയാകും മൃതദേഹവും വഹിച്ച് ആംബുലൻസുകൾ മരിച്ചവരുടെ വീടുകളിലേക്ക് യാത്ര തിരിക്കുക. മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനായി മരിച്ചവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഒക്കെ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരുന്നു. വിമാനത്താവളത്തിൽ ഇപ്പോൾ ഒരു കൂട്ട നിലവിളി തന്നെയാണ് ഉയരുന്നത്. 45 ഇന്ത്യക്കാർ മരിച്ചെന്നാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കുവൈറ്റിലെ അപകടത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞ സമയം മുതൽ തന്റെ പ്രിയപ്പെട്ടവർക്ക് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെടരുത് എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ കൊച്ചി വിമാനത്താവള അന്തരീക്ഷം തന്നെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും, വളരെ സങ്കടകരമായിട്ടൊരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പോൾ മൃതദേഹം വഹിച്ചുള്ള വിമാനം ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിരിക്കുന്നു. കൊച്ചി വിമാനത്താവളമാകെ സങ്കടക്കടലായി മാറിയിരിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നതും. അതേസമയം കുവൈറ്റ് തീപിടുത്തത്തിൽ 50 പേരുടെ മരണം സ്ഥിരീകരിച്ചതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കുവൈറ്റിലെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന ഇന്ത്യക്കാരനാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ. എന്നാൽ മരിച്ചയാളുടെ കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരേക്കും പുറത്തുവിട്ടിട്ടില്ല. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ് എന്ന വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ആളെ തിരിച്ചറിയുന്നതിനായുള്ള നടപടികളാണ് ഇപ്പോൾ കുവൈറ്റിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കുവൈറ്റിലെ മംഗഫ് ബ്ലോക്ക് 4-ൽ പ്രവാസി മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള NBTC കമ്പനിയിലെ ജീവനക്കാരുടെ താമസ കെട്ടിടത്തിലാണ് ഇക്കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെ അഗ്നിബാധയുണ്ടായത്. മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ കൊച്ചിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് ഈ മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുന്നത്. 45 മൃതദേഹങ്ങളുമായിട്ടാണ് ഈ വിമാനം എത്തിയിരിക്കുന്നത്. 23 മലയാളികളുടെ മൃതദേഹങ്ങളാണുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരുടെ മൃതദേഹങ്ങൾ രാജ്യ തലസ്ഥാനത്തെ വിമാനത്താവളത്തിൽ ഇപ്പോൾ എത്തിക്കും. കൊച്ചിയിലെത്തിയ മൃതദേഹം ഏറ്റുവാങ്ങിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും ചേർന്നാണ്. നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച മൃതദേഹം പ്രത്യേകം ക്രമീകരിച്ച ആംബുലൻസുകളിലാണ് വീട്ടിലേക്ക് എത്തിക്കുന്നത്. മന്ത്രി കെ രാജൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരുന്നു. അതേസമയം തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഗാർഡ് റൂമിൽ നിന്നും തീപിടുത്തമുണ്ടായെന്നാണ് ഫയർഫോഴ്സ് പ്രസ്താവനയിൽ പറയുന്നതും. അപകടത്തിൽ മരിച്ചത് 49 ഇന്ത്യക്കാരെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം. ഇതിൽ 46 പേരെ തിരിച്ചറിഞ്ഞു. ജോലി കഴിഞ്ഞ തൊഴിലാളികൾ ഉറങ്ങുന്ന സമയത്താണ് തീപിടുത്തമുണ്ടായത്. ഇതാണ് മരണസംഖ്യ ഉയരാൻ കാരണമായതും. സുരക്ഷാ വീഴ്ചയുടെ പേരിൽ 2 പേർ റിമാൻഡിലായതായിട്ടാണ് കുവൈറ്റ് വാർത്താ ഏജൻസി അറിയിക്കുന്നത്. ഒരു കുവൈറ്റ് പൗരനും ഒരു വിദേശീയ പൗരനുമാണ് റിമാൻഡിലായതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇവരുടെ പേരുവിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. ചട്ടലംഘനങ്ങളുടെ പേരിലാണ് നടപടിയെന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.